കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാർക്ക് വിദ്യാർത്ഥികളുടെ മർദ്ദനം. PTA പ്രസിഡന്റ് വിജയൻ, വാച്ച്മാൻ ചന്ദ്രൻ, ഓഫീസ് സ്റ്റാഫ് സഞ്ജു എന്നിവർക്കാണ് പരുക്കേറ്റത്. സ്കൂൾ കോമ്പൗണ്ടിൽ കയറിയ വിദ്യാർത്ഥികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പരുക്കേറ്റവർ പറയുന്നു. സ്കൂൾ വാർഷികാഘോഷങ്ങൾക്കിടെയാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത്. വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സ്കൂൾ ജീവനക്കാരെ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. സ്കൂൾ വാർഷികാഘോഷത്തിനിടെ ഉണ്ടായ ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. വിദ്യാർത്ഥികൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഈ പരുക്കേറ്റവർ പറയുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് വിജയൻ, വാച്ച്മാൻ ചന്ദ്രൻ, ഓഫീസ് സ്റ്റാഫ് സഞ്ജു എന്നിവർക്കാണ് പരുക്കേറ്റത്. മദ്യപിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ കയറിയ വിദ്യാർത്ഥികളെ തടഞ്ഞതാണ് മർദ്ദനത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. AK ലതീഷ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ്, എന്തായിരുന്നു സംഭവം? വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥികളെ തടഞ്ഞതാണോ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് വഴിവെച്ചത്? സ്കൂൾ വാർഷികമായിരുന്നുവെന്ന് കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ PTA പ്രസിഡന്റ് വിജയൻ, അതേപോലെ തന്നെ വാച്ച്മാൻ ചന്ദ്രൻ, ഓഫീസ് സ്റ്റാഫ് സഞ്ജു എന്നിവർക്ക് നേരെ മർദ്ദനം അഴിച്ചുവിട്ടത്. ഇത്തരത്തിൽ മദ്യലഹരിയിലെത്തിയ വിദ്യാർത്ഥികളെ ഇവർ തടഞ്ഞത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ സംഘത്തെ രണ്ടുപേരെ കസബ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് സ്കൂളിൽ തന്നെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ല, എങ്കിലും ഇവരുടെ മർദ്ദനം ഈ സ്റ്റാഫിന്, അധ്യാപകർക്കും ജീവനക്കാർക്ക് ഏറ്റിരുന്നു. ഇവർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിമിഷ, അതായത് മർദ്ദിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളല്ല, പുറത്തുനിന്ന് വന്ന ആളുകളാണ്. സ്കൂളിലെ വിദ്യാർത്ഥികളല്ല, ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 3 പേരുണ്ടായിരുന്നതാണ് പോലീസ് നൽകുന്ന വിവരം. 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. യുവാക്കളെ പോലീസ് 2 പേരിൽ ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല. പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിലവിൽ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല സ്കൂൾ ജീവനക്കാരെ മർദ്ദിച്ചത്. ശരി, ഓക്കെ. ലതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. സ്കൂൾ വാർഷികാഘോഷങ്ങൾക്കിടെ സ്കൂളിലേക്ക് എത്തിയ 2 പേർ സ്കൂൾ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. PTA പ്രസിഡന്റും വാച്ച്മാനും അടക്കം 3 പേർക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് മർദ്ദനമേറ്റു. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് മർദ്ദനമേറ്റവർ പറയുന്നത്. കസബ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ്.